ഇതെന്താ തുറക്കുന്നില്ലല്ലോ? ഇത് തുറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓടാണോ പിച്ചളയാണോ? അത് നിങ്ങളല്ലേ പറയേണ്ടത്. ഏതായാലും വളരെ വിലക്കൂടിയതാ ചേട്ടാ. ഇത് എവിടുന്ന് കിട്ടി? ഒരു സ്ഥലത്തുനിന്ന് പോക്കി കിട്ടിയതൊന്നുമല്ല, ഞങ്ങളുടെ തറവാട്ട് സ്വത്താ. ഭാഗം വെച്ചപ്പോ ഇവന് എനിക്ക് പിന്നെ എന്തോന്നാ ഇത്? അച്ഛാ, നമുക്ക് ആ കട എന്താടാ ചമ്മാടിത്തരം കാണിക്കുന്നു? സത്യമായിട്ട് ഞങ്ങളല്ല സാർ. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ. നമ്മൾ വല്ലതും ചെയ്തു. വരൂ അച്ഛാ, നമുക്ക് പോവാം. നീ എന്തിയാ പോന്നു? മിണ്ടിപ്പോകരുത്. ഇടി കൊണ്ട് നമ്മുടെ ഷേപ്പ് മാറി. ഞാൻ സമ്മതിക്കത്തില്ല. വിടാനാ പറഞ്ഞത്. അയ്യേ അതെ. താക്കോല് അയ്യോ. അവനങ്ങോട്ട് പോയിട്ടുണ്ട്. ലോഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രം പോരാ, ദാസന്റെ കൈയും കാലും തല്ലി പിടിക്കണമെന്നാണ് കേശവ പണിക്കർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂടെയുള്ളവനെ? അവനെ കുറിച്ച് പണിക്കർക്കൊന്നും അറിയില്ല. വേണമെങ്കിൽ കൈ മാത്രം ഒന്ന് ഒടിച്ചേ. ശരി ചെല്ലേ. എന്തൊക്കെ കണ്ടാലും ജമ്മന്തി വരും. എന്താ ഓണറുടെ കൊണ്ടുകള്.
എന്താ നോക്കുന്നേ? ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ, അവന്മാർക്ക് കാണാൻ പറ്റില്ല. എല്ലാം ഞാൻ ഏറ്റുന്നേ. ആ വന്നേ. പിള്ളേരുടെ അടുത്താണോടാ കളരിപ്പയറ്റ് കാണിക്കണേ? എന്താ നീ ഡാൻസ് കളിക്ക്? എന്നാ എങ്ങനെയുണ്ട്? എന്തിനാ പേടിക്കണേ? ഇനിയും മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ ശത്രു അല്ല, മിത്രമാണ്. ദൈവത്തോർത്ത് ഞങ്ങളൊന്ന് വെറുതെ വിടാമോ? എന്താ എന്നോട് ദേഷ്യ? അല്ല, പ്രേമോ? നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിക്കൂ, ഞാൻ തരാം. ഈ ജീവിതകാലം മുഴുവനും ഞാനോട് കടപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി കുടത്തിനകത്ത് വീർപ്പ് മുട്ടിക്കിടന്ന എന്നെ തുറന്നു വിട്ടത് നിങ്ങളല്ലേ? ഉപകാരം ചെയ്തവരെ ചാത്തുണ്ണി ഒരിക്കലും കൈവിടില്ല. ചാത്തുണ്ണി എന്നാ പേര്? അതെ, സാക്ഷാൽ ചാത്തുണ്ണി. എങ്ങനെ കുടത്തിനകത്തായത്? അതൊരു കഥയാണ്. സൗകര്യം പോലെ ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം. കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? അയ്യോ, ഇവിടെ ഇപ്പൊ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ഞാൻ പുറത്തു പോയി ചായ വാങ്ങിച്ചോണ്ട് വരാം. ഒന്ന് സുഖാവാനുള്ള എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോന്നാ ചോദിച്ചത്. മദ്യമാണോ ഉദ്ദേശിച്ചത്? അതെ. അയ്യോ, അപ്പൊ നമ്മളെ ബെസ്റ്റ് കമ്പനി ആയിരിക്കും. ഇത് മദ്യവിരുദ്ധ ഗ്രൂപ്പാ. ഞാൻ പോയി ഒരു ബോട്ടിൽ സംഘടിപ്പിക്കാം. ഒരു ഭൂതവുമായി ചേർന്നുള്ള വെള്ളം അവിടെ എങ്ങനെ നോക്കാമല്ലോ. ഭൂതം നിന്റെ തന്തയാ? ദേ ഇവനോട് പറഞ്ഞേക്ക്, മേലിൽ എന്നെ ഭൂതമെന്ന് വിളിക്കരുതെന്ന്. അയ്യോ, അത് അറിവില്ലാത്തോണ്ട് പറ്റിയതാ. ഒരു തവണത്തേക്ക് ക്ഷമിക്കണം. ഞങ്ങള് മാഷ എന്ന് വിളിച്ചോട്ടെ? മാഷ് കൊള്ളാം. മാഷേ. ഹോ, എന്തൊരു മാറ്റാ ഈ നാടിന് വന്നിരിക്കണേ. ഈ ജീവിതം എനിക്ക് ഇഷ്ടമായി. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കഴിയാൻ പോവാ, നിങ്ങളിൽ ഒരാളായി. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് മാഷം കൂടി സഹിക്കണോ? ഈ ഇല്ലായ്മയിലും വേദനയിലും ഒരു സുഖണ്ട് കുട്ടി. ഇതെന്താ ഈ ഓടി വരണത്? പന്നിയാണോ? ഇതാണ് ഓട്ടോറിക്ഷ. പണ്ടൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് വിട്, കഴിയുന്നത് കൊള്ളാം. ഇതുണ്ടോ? എന്ത് കാശേ? ഇവിടെ അതിനാണ് ഇപ്പൊ ഏറ്റവും വലിയ വില. മാഷ് ഒരു 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരാമെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് കഴിയാം. കാറ്, ബംഗ്ലാവ്, വാട്ടർ ഫറീസ്. അയ്യോ, കാശെന്നല്ല, ഒന്നും തന്നെ പുതിയതായി സൃഷ്ടിക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്ത് എവിടെ നിന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റു. ഇതിനെയാണ് ഇവിടെ മോഷണം എന്ന് പറയുന്നത് മാഷെ. എന്താ ഉണ്ണി അങ്ങനെ പറയണേ? ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നതാണ് മോഷണം. പണക്കാരനെ വഹിക്കുന്നത് പാപമല്ല. കൊള്ളാമല്ലോ മാഷെ. മാഷ് മഹാബലി സ്റ്റൈലാണോ അതോ കായംകുളം കൊച്ചിന്റെ സ്റ്റൈലാണോ? രണ്ടുമല്ല, ചാത്തുണ്ണി സ്റ്റൈൽ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുക, അവരെല്ലാം മറന്ന് തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കും. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയെങ്കിൽ കുറച്ച് ഡ്രസ്സ് സംഘടിപ്പിച്ചാൽ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതെ, മാഷ് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അതെന്തിനാ? ഇതൊരു പഴഞ്ച മേശമല്ലേ? എന്നെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ, പിന്നെന്താ? എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ അല്പം മനപ്രയാസമുണ്ട്. മാഷെ, ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും മാഷെ കാണാൻ പറ്റില്ലേ? എന്നെ കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണക്ക് തീർക്കേണ്ട ഒരു സ്ഥലമുണ്ട് മാഷെ. വാ. നില
എവിടേക്കാ രണ്ടുപേരും കൂടെ? എന്താ ആ തരാനുള്ള കാശ് എന്നിട്ട് അകത്തോട്ട് കയറിയാ മതി. എന്റെ അക്കൗണ്ട് നോക്കി എത്ര വരാണ്ടെന്ന്. എത്ര വരാണ്ടെന്ന്? 710 രൂപ 60 പൈസ. ഏതാണ്ട് 300 ചില്ലുവാൻ രൂപയല്ലേ തരാനുള്ളൂ. തരാനുള്ള പൈസയും പലിശയും കൂടെ ചേർത്താ ഇത്രയായത്. പറ്റിനും പലിശയോ ചേട്ടാ? ചുമ്മാതല്ല തന്നെ എല്ലാരും ബ്ലൈഡ് കൈമെന്ന് വിളിക്കുന്നത്. ബ്ലേഡ് എന്നോ വിക്കാസ് എന്നോ എന്ത് വേണേ വിളിച്ചോട്ടെ, പ്രശ്നമില്ല. കാശടെ അല്ല എന്താ എന്തുവാ? കൊച്ചട്ടങ്ങി വന്നേ. പിന്നെ ഈ മനുഷ്യനെ വിശ്വസിക്കണം. ഇതിനകത്ത് നിങ്ങളുടെ ഈ 700 ഗുണമുണ്ട്, എനിക്കൊരു പുല്യം ചെയ്യാനില്ല. ആ കണക്കെട്ട് നോക്കട്ടെ. എന്തോ ഞാൻ കൂടെ നോക്കട്ടെ. ആ എന്നാ നോക്ക. ചേട്ടാ 2000 രൂപയുണ്ട്. 2000. 2000? ആ എടാ നിന്റെ നിന്റെ തന്തയുടെ വരെ വാങ്ങിക്കാൻ ഈ കൈമ പറഞ്ഞോണ്ടല്ലോ. ഉപ്പല്ലേ ഇത്? ഉപ്പ് തന്നെ. ഇതൊക്കെ എങ്ങനെ പാക്കറ്റിലാക്കിയതിപ്പോ? ആ സാമ്പാർ ഉപ്പും കൂടി. ഇതെന്താ ഇത്? അപ്പടി ഉപ്പാണല്ലോ. സാറിന് മാത്രമേ ഉപ്പ് കൂടുതലുള്ളല്ലോ, ബാക്കി ആർക്കും ഉപ്പില്ലല്ലോ. ഇതിനും ഉപ്പുണ്ടല്ലോ. കേക്ക് എന്താ അവിടെ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ പരാതിയുള്ളൂ ഉപ്പ് കൂടുതലുണ്ടെന്ന്. വേറെ കഴിച്ചു നോക്കണോ? സാറ് കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കണോ? എടോ താങ്കൾ മുതലാളി വിളിച്ചു. എന്താ പ്രശ്നം? സാറേ ഇത് അപ്പടി ഉപ്പായിരിക്കും, എങ്ങനെ കഴിക്കുക? ഉപ്പാണെന്ന് സാമ്പാറിൽ ഉപ്പാണെന്ന് മുടി പിടിച്ചു വലിച്ചത്? മുടി പിടിച്ചു പഠിച്ചല്ലോ. മുടി പിടിച്ചു വലിക്കുന്നു. ഭാര്യയും ഭർത്താവായിട്ടുള്ള പ്രശ്നമൊക്കെ വീട്ടിൽ എന്താ എന്താ കാര്യം? എന്താ എന്താ ഈ കൂട്ടത്തിൽ ഗജ്ജാ സിംഗിനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവരാണ്. ഗജ്ജാ സിംഗ് വെല്ലുവിളിക്കുകയാണ്. അയ്യോ മാഷെ ഞാനൊന്ന് ഏറ്റുമുട്ടോ മാഷെ. ഒന്ന് ഏറ്റുമുട്ടോ. എന്ത്? ഷൈൻ ചെയ്യാനല്ല, ഞാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ തന്നെ മാഷ്. Come on. Ready? Come on, get up. Come on.
പിടിക്ക്. അയ്യോ Come on, I say. എന്താ അവിടെ ചതിച്ചുകുട്ടി. എന്താ മാഷേ? ഇന്ന് വെളുത്തുവാവല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂതങ്ങൾക്ക് ശക്തി പോകുന്ന ദിവസം. അയ്യോ ഉണ്ണി, സമാധാനത്തിന്റെ വഴിയിലോട്ട് നോക്കാം. വേറെ കാര്യം പറയാണ്ടോ? അയ്യോ ഇത് ചതിയുണ്ട്. ഇയാള് മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ട്. വേണോ? ഒരു കൈ നോക്കാം.